പത്തനംതിട്ട ചിറ്റാറിൽ ആദിവാസി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ചിറ്റാർ കൊടുമുടി ആദിവാസി ഉന്നതിയിലെ സന്ദീപാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകം നടന്ന മണിക്കൂറുകൾ കൊണ്ട്. പ്രദേശവാസിയായ ഒരു യുവതിയുമായി സന്ദീപ് അടുപ്പത്തിലായിരുന്നു. ഈ യുവതി ഇന്നലെ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇതറിഞ്ഞ ചിറ്റാർ കൊടുമുടി ആദിവാസി ഉന്നതിയിലെ സന്ദീപ് ഞായറാഴ്ച രാത്രി 7 മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങി. പെൺകുട്ടിയുടെ വീട്ടിലേക്കെത്തിയ സന്ദീപിനെ അച്ഛനും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചുവെന്ന് സന്ദീപിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതികൾ പെൺകുട്ടിയുടെ അച്ഛനും കൂട്ടാളികളുമാണ്. രാത്രി 9 മണിയോട് കൂടിയിട്ടാണ് സന്ദീപിനെ അവശനിലയിൽ സമീപത്ത് തന്നെയുള്ള ആളൊഴിഞ്ഞ ഒരു പറമ്പിലെ കുഴിയിൽ വീണ് കിടക്കുന്നത് കാണുന്നത്. ഉടനടി തന്നെ ബന്ധുക്കളെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. മരണത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതോടുകൂടി ജില്ലാ പോലീസ് മേധാവിയായ ആർ ആനന്ദ് പ്രത്യേക അന്വേഷണ സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മലയാലപ്പുഴ ചെങ്ങറ എന്ന സ്ഥലത്ത് നിന്നും പ്രതികളെ പോലീസ് പിടികൂടി. ചെങ്ങറ സ്വദേശി സുരേഷ് കുമാർ, പെരിനാട് അട്ടത്തോട് സ്വദേശികളായ കൃഷ്ണൻകുട്ടി, ഗോപി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. സുരേഷ് കുമാറിന്റെ പക്കൽ നിന്നും നാടൻ തോക്കും ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും വെടിമരുന്ന്, വെടിയുണ്ടകൾ, വാൾ, പിച്ചാത്തി, വെട്ടുകത്തി തുടങ്ങിയ മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തു. സന്ദീപിന്റെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വാരിയലിൽ പൊട്ടി ശ്വാസകോശത്തിലും കരളിലും കയറിയതാണ് മരണകാരണമെന്ന് തെളിഞ്ഞു. തുടർന്ന് പ്രതികൾ കുറ്റം സമ്മതിച്ചു. മാരകായുധങ്ങൾ കൈവശം വെച്ച കേസിൽ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സന്ദീപുമായി കൃഷ്ണൻകുട്ടി, ഗോപി എന്നിവർക്കുണ്ടായിരുന്ന മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊലപാതക കുറ്റത്തിന് ഗോപി, കൃഷ്ണൻകുട്ടി എന്നിവരെ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.